ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നൊരു ട്രിക്കാണ് പരിചയപ്പെടുന്നത്. അതായത് നമ്മളെല്ലാവരും, അതുമല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിൽ നിന്ന് വരുന്ന അനാവശ്യമായ സ്പാം ആയിട്ടുള്ള ഫ്ലാഷ് മെസ്സേജുകൾ. അപ്പോൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്ലാഷ് മെസ്സേജുകളിൽ ഒരു പ്രശ്നം എന്തെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സൗണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് നമ്മളുടെ ഫോൺ നമ്മൾ സൈലന്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സൗണ്ട് വരത്തില്ല. അതായത് അതിന്റെ ആ വരുമ്പോഴുള്ള ആ ബീപ്പ് സൗണ്ട് നമുക്ക് വരുന്നില്ല. ഇനി നമ്മളുടെ ഫോൺ നമ്മൾ സൈലന്റ് ആകാത്ത പക്ഷം നമുക്ക് ഇതിന്റെ ഈ സൗണ്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഈ സൗണ്ട് എങ്ങനെ ഓഫ് ചെയ്തെടുക്കാം എന്നതാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇനി നേരെ മൊബൈൽ വ്യൂയിലേക്ക് പോകാം. ഇത് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സെറ്റിംഗ്സിൽ നമുക്ക് താഴോട്ട് പോകുമ്പോൾ നമുക്ക് ആപ്പ് മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. നമുക്ക് ഇനി അത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ ആപ്പ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. പല ഫോണുകളിലും പല രീതിയിലായിരിക്കും അത് വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആപ്പ് ഫുൾ ഒറ്റ രീതിയിൽ കാണിക്കുന്ന ആ ഒരു സെഗ്മെന്റ് നമുക്ക് എടുക്കാം. അപ്പം എൻ്റെ ഫോണിൽ അത് ആപ്പ് ലിസ്റ്റ് ആയതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഈ ലിസ്റ്റിൽ നിന്നും നമുക്ക് സിം കാർഡ് ആപ്സ് എന്ന ആപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മാനേജ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പം നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ കാണാവുന്ന പോലെ തന്നെ അലോ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്തിടുക. അത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫ്ലാഷ് മെസ്സേജുകൾ വരുമ്പോൾ ഒരു പരിധി വരെ അത് നമുക്ക് നോട്ടിഫിക്കേഷൻ സൗണ്ട് ഉണ്ടാക്കുന്നില്ല. നമ്മളിനി ഇങ്ങനെ ചെയ്താൽ പോലും ചില കേസുകളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ സൗണ്ടും കൂടെ തന്നെ കാണും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് വരാതിരിക്കാൻ നമുക്കിനി ഒരു ട്രിക്ക് കൂടെ ഉണ്ട്. അതായത് ആദ്യത്തെ കേസിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടി ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ എന്തുപോലും നോട്ടിഫിക്കേഷൻ സൗണ്ട് വരത്തില്ല. ഇത് നമുക്ക് 100 വട്ടം ഉറപ്പ് വരാൻ സാധിക്കും. എൻ്റെ സിം ഐഡിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫോണിൽ ഐഡിയ പവർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ ഐഡിയ ഫ്ലാഷ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഓഡിയോ അലേർട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് നാലാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് എന്ന് പറയുന്ന 2 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓഡിയോ ഓഫ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആ ഡീആക്ടിവേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആ ഓക്കെ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഐഡിയയുടെ ഫ്ലാഷ് മെസ്സേജ് വരുമ്പോൾ പോലും നമുക്ക് യാതൊരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടത് നമ്മുടെ ഫ്ലാഷ് മെസ്സേജിന്റെ ബീപ്പ് സൗണ്ട് എങ്ങനെ ഓഫ് ചെയ്യാമെന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫ്ലാഷ് മെസ്സേജുകളെ വരണ്ട, അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു ട്രിക്ക് ഉണ്ട്. അത് നമുക്ക് പരിചയപ്പെടുന്നതിനായിട്ട് നമുക്ക് ഇനി നേരെ മൊബൈൽ വ്യൂയിലേക്ക് ഒന്നുകൂടി പോകാം. ഇവിടെയും നമുക്ക് ഒന്നുകൂടി നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ തന്നെ ഐഡിയ പവർ എന്ന് പറയുന്ന ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് താഴെ നോക്കുമ്പോൾ ഐഡിയ ഫ്ലാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ആക്ടിവേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് 3 ഓപ്ഷനുകൾ വേറെ ലഭിക്കുന്നുണ്ട്. അതായത് ആക്ടിവേറ്റ്, ഡീആക്ടിവേറ്റ്, പിന്നെ ഷോ മെസ്സേജസ് എന്ന് പറയുന്ന 3 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായ ഡീആക്ടിവേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ ഓക്കെ കൂടി പ്രസ് ചെയ്യുന്നത് വഴി നമുക്കിനി ഒരിക്കലും ഫ്ലാഷ് മെസ്സേജുകൾ വരുന്നില്ല. ഇനി അഥവാ നമ്മൾ ഫ്ലാഷ് മെസ്സേജുകൾ വരണമെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഇതുപോലെ ചെയ്ത് ആക്ടിവേറ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിനി ഫ്ലാഷ് മെസ്സേജുകൾ വരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ ട്രിക്കുകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു മടിയും കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നിടം വരെ